ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡ്ഡലി, ദോശ ഇവയുടെ കൂടെ രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു തമിഴ് സ്റ്റൈലിലുള്ള സാമ്പാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു ഇളം ചുവപ്പ് നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് കുക്കറിലേക്കിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത്, 2-3 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത്, ഇനി 2 സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്ത 2 ടൊമാറ്റോ, അധികം കഷ്ണങ്ങളൊന്നും വേണ്ട. ഒരു 3 പച്ചമുളകും കൂടെ ചെറുതായി കീറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് സ്റ്റീമെല്ലാം പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി, ഒരു ചെറിയ പിടി മല്ലിയില, 2 തണ്ട് കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക്. ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പും ടൊമാറ്റോയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് എരിവിനാവശ്യമായ മുളക് പൊടി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, മല്ലിയില നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇനി മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് മല്ലിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. ഇതിനൊട്ടും പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പുളി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പുളിവെള്ളവും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴന്നിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ടൊമാറ്റോയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ കുക്കറിനകത്ത്, പരിപ്പൊക്കെ വെന്ത കുക്കറിനകത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അല്പസമയം കൂടെ നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. രാവിലത്തെ തിരക്കിലൊക്കെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു സാമ്പാറാണ്. തമിഴ് സ്റ്റൈലിലുള്ള സാമ്പാറാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.